ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മുന്നേറ്റ നിരയെ ശക്തിപ്പെടുത്താൻ FC ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. അതായത് 2 വിങ്ങർമാരെ അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഇംഗ്ലീഷ് താരമായ ആൻ്റണി ഗോർഡനെ ആദ്യം കൊണ്ടുവന്നു. പിന്നീട് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് താരമായ കരീം അഡയേമിയെ അവർ സ്വന്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ്. ഒരുപാട് കാലമായി അൽ ഹിലാൽ ശ്രമിക്കുന്ന താരമാണ് റാഫീഞ്ഞ. ഇപ്പോഴും അൽ ഹിലാലിന് വലിയ താല്പര്യമുള്ള ഒരു താരമാണ് ബ്രസീലിയൻ താരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൈവിടുമോ, അദ്ദേഹം ബാഴ്സലോണ വിടുമോ എന്നുള്ളത് പ്രസിഡന്റായ ജോയൻ ലാപ്പോർട്ടയോട് ചോദിച്ചിരുന്നു. എന്നാൽ ഈ താരത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടിയാണ് ലാപ്പോർട്ട ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റാഫീഞ്ഞ ക്ലബ്ബ് വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അഡയേമി, ഗോർഡൻ എന്നിവരെ കൊണ്ടുവന്നതിന് അദ്ദേഹവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് റാഫീഞ്ഞ. ഇതാണ് ഇപ്പോൾ ലാപ്പോർട്ട വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ FC ബാഴ്സലോണക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു നല്ല സ്ട്രൈക്കറെയാണ്. എന്നാൽ സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതിന് പകരം വിങ്ങർമാരെയാണ് FC ബാഴ്സലോണ കൊണ്ടുവരുന്നത്. ഒരുപാട് വിങ്ങർമാരെ ഇതിനോടകം തന്നെ ബാഴ്സയ്ക്ക് ലഭ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ബാഴ്സ എങ്ങനെയാണ് ഈ താരങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.